അപ്പോൾ ഈ ടൊമാറ്റോ സോസും മാഗിയും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് ആയിവ വെരി നൈസ്. അപ്പോൾ നമ്മൾ പുറത്ത് പോയപ്പോൾ നല്ല കിട്ടിക്കം മഴ. നമ്മൾ ഫുഡ് അടിക്കാന്നൊക്കെ ഓർത്തായിരുന്നു, പക്ഷേ പിന്നെ ഓർത്ത് നമുക്ക് വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് ഓർത്ത് ഇന്നലെ നമ്മൾ ചിക്കനൊക്കെ പൊരിച്ച് കിടിക്കൻ ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി ചിക്കൻ മാഗി വെച്ചിട്ട് അടിപൊളി ഒരു ഡിഷാണ്. എന്തായാലും ഇന്നലെ വീഡിയോയിലോട്ട് വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ഇതേ നമ്മൾ വെള്ളം എടുക്കുകയാണ് മാഗി വേവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേ നമ്മൾ വെള്ളം ചൂടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതേ നമ്മൾ മുട്ട സെറ്റാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പാത്രത്തിനകത്ത് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്, നമുക്ക് ഇതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ മുട്ട പൊട്ടിച്ച് പോകും. വീണ്ടും വെരി നൈസ്. അപ്പോൾ നല്ലപോലെ ചിക്കി എടുക്കണം നമ്മൾ മുട്ട. അപ്പോൾ നമ്മൾ വെള്ളം അവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ മാഗി ഇടാൻ വേണ്ടി പോവുകയാണ്. വാവ്. അപ്പോൾ നമുക്ക് മാഗി ഇങ്ങനെ ഒടിച്ച് ഇത് ഒടിച്ചിടുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് ഒടിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ഇത് ഒന്ന് മുക്കി കൊടുത്തേക്കണം. ഇതേ നമുക്ക് മാഗിയുടെ മസാലയുണ്ട്, അതൊന്ന് പൊട്ടിച്ചിടാം. 2 കവറിനെയും കൂടെ 4 പാക്കറ്റുണ്ട്. ആ മസാല നമുക്ക് ഇതിനകത്തോട്ട് തന്നെ ഇടാം. കുറേ മസാലകൾ വെറൈറ്റികളൊക്കെ ഇടുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കണ്ടാൽ എന്തൊക്കെയാണ് ഇതിനകത്ത് ഇടുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. വെറൈറ്റി സാധനം കേട്ടോ, ഒത്തിരി ഐറ്റംസ് ഇടുന്നുണ്ട്. അപ്പോൾ അതേ പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. മസാലയൊക്കെ ഒന്ന് അകത്തോട്ടൊന്ന് ഇറങ്ങട്ടെ. ആഹാ, നല്ല അടിപൊളി മണം അടിക്കുന്നുണ്ട് കേട്ടോ. സൂപ്പറായിട്ട് സെറ്റ് ആകുന്നുണ്ട്. ഇത് നല്ലതുപോലെ വറ്റി വെന്ത് സെറ്റായിട്ട് വരണം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. എന്തായാലും ആ പരിപാടി സെറ്റാക്കിയിട്ട് വരാം. അപ്പം നമ്മുടെ മുട്ട ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്ക് മുട്ട എടുത്തേക്കാം. മുട്ട എടുത്ത് മാറ്റി വെക്കാം. അപ്പം നമുക്ക് അല്പം എണ്ണ ഒഴിക്കാം. സവാള, തക്കാളി, ക്യാരറ്റ്, പച്ചമുളക് എന്നിവ ഐറ്റംസ് ഒക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവാളയുണ്ട്, തക്കാളിയുണ്ട്, പച്ചമുളകുണ്ട്, ക്യാരറ്റ് ഉണ്ട്. ഇത്രയും ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് വേണം, ഒരു നുള്ളുപ്പും കൂടി ഇട്ടിട്ട് വേണം വഴറ്റാൻ വേണ്ടി. അപ്പോൾ ഇതൊന്ന് സെറ്റാക്കി കൊടുക്കാം. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. അടിപൊളി ഡിഷാണ്. വീട്ടിൽ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുക. ഞാനിവിടെ ജച്ചാക്കൊക്കെ ഉണ്ടാക്കുകയാണ്. ഞാനല്ലാണ്ട് പിന്നെ ആര്. ഇതാരാന്ന് നോക്കിയേ, ഇതൊക്കെ ഉണ്ടാക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുക. വേണ്ട, ഇതൊക്കെ പഠിപ്പിച്ചതാ പപ്പ. എന്നിട്ട് വേണം വലുതാകുമ്പോൾ എനിക്കും എല്ലാം ഉണ്ടാക്കാനാണ്. നോക്കി പഠിക്കുക അല്ലേ പെണ്ണെ? നോക്കി വെച്ചോ അല്ലേ? എങ്ങനെയുണ്ട്? നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് പൊടികൾ ഇടാനുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇടാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ ഗരം മസാല, എരിവിന് വേണ്ടി നമ്മുടെ പെപ്പർ, ഇടുക്കി ഗോൾഡ്, കുറച്ച് ചിക്കൻ മസാല ഈ കൊടുക്കണം. അപ്പോൾ ഈ മാഗി ഇവിടെ കിടന്ന് വെന്തിട്ടുണ്ട്. നമ്മൾ ഈ മാഗിയുടെ തീ ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് വേറെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് മൊത്തത്തിൽ ഇങ്ങോട്ട് എടുത്ത് തട്ടുകയാണ്. നമ്മൾ സെറ്റാക്കി വെച്ച മസാലക്കകത്തോട്ട് ഇങ്ങനെ എടുത്ത് തട്ടുകയാണ്. അപ്പോൾ അത് നമ്മൾ മാഗി മൊത്തം എടുത്ത് ഇങ്ങോട്ട് തട്ടിയിട്ട് ആ മസാലക്കകത്തോട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അത് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ മുട്ട സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിനകത്തോട്ട് ഇടുകയാണ്. ഇനി കുറച്ച് വേറൊരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൊമാറ്റോ സോസ്, ഒരു പൊടിക്ക് ടൊമാറ്റോ സോസ് ഇതിനകത്ത് കുറച്ച് ചേർക്കുന്നുണ്ട്. കാരണം നമ്മൾ കഴിക്കുമ്പോൾ ഇടുന്നുണ്ടല്ലോ.
എല്ലാവർക്കും ടൊമാറ്റോ സോസിൽ ചേർക്കണമെന്നില്ല. ചില മതിരിപ്പൊക്കെ ചിലവർക്ക് പിടിക്കത്തില്ല, അതുകൊണ്ടാണ്. കുറച്ചൊന്ന് ഓഫ് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് ഡ്രൈ ആവും. മാഗിയുടെ സ്വഭാവം അതാണ്. നല്ല കിണ്ണം കാറ്റിയായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമ്മൾ കഴിക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ മാഗി ഇവിടെ സെറ്റ് ആയിട്ടിരിക്കുന്നു. ഡ്രൈ ആയതുകൊണ്ടാ. ഡ്രൈ ആകുന്നുണ്ട്. ഇനിയും ഡ്രൈ ആവും ഇപ്പൊ കഴിച്ചിട്ട്. അപ്പം നമ്മൾ നന്നായിട്ട് ഈ ഒരു വൈകി തന്നെ കഴിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഇത് നമ്മളിത് സെർവ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഇത് നമ്മളിവിടെ സെർവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഭയങ്കര വയ്യ. ദുവാക്ക് പനിയാണ്. പനിയായതുകൊണ്ടാണ്. അപ്പോൾ ഇച്ചിരി ടൊമാറ്റോ സോസും മാഗിയും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് ആയിവ വെരി നൈസ്. ദുവാ എങ്ങനെയുണ്ട്? കഴിച്ചാ? എങ്ങനെയുണ്ട്? അടിപൊളി. ഓക്കെ അല്ലേ? വയ്യ. അപ്പോൾ ഇത് ചൊച്ച കഴിക്കുന്നെടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ മാഗി ഉണ്ടാക്കുന്നതിലും ഒരു വെറൈറ്റിയാണിത്. നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയാണ് കേട്ടോ. നമ്മളെന്തായാലും ഇത് കഴിച്ചിട്ട് വരാനൊന്നുമില്ല. നമ്മൾ ഈ വീഡിയോ ചെറിയ രീതിയിൽ ഇങ്ങനെ വലിച്ചു കിട്ടാത്ത വീഡിയോ, ഇതൊക്കെ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് നമ്മളിടുന്ന അടുത്ത വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.